ശശി തരൂർ കോൺഗ്രസിലെ ഒരു പുകയുന്ന വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയുടെ നിലപാടറിയിച്ചു, അതിൽ വൻ വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ശശി തരൂർ ഇങ്ങനെ കോൺഗ്രസ്സിൽ നിൽക്കുമ്പോൾ തന്നെ കോൺഗ്രസിനകത്തെ ഒരു റിബലായി മാറിക്കൊണ്ടിരിക്കുന്നു. വൈകാതെ BJPയിലേക്ക് വരുമെന്ന അഭ്യൂഹങ്ങൾ വളരെ ശക്തമായി പ്രചരിക്കുകയും ചെയ്യുന്നു. അതിനൊരു സാധ്യത ഉണ്ടാകുമോ? അഥവാ BJPയിലേക്ക് വന്നാൽ തരൂരിൻ്റെ ഭാവി എങ്ങനെയായിരിക്കും? തരൂര് വലിയ പൊസിഷനിൽ നിന്നും വലിയ പ്രതീക്ഷകളുമായിട്ടായിരിക്കും ചിലപ്പോൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ ഇൻ്റർനാഷണലി എവിടെയെങ്കിലും കണ്ടിന്യൂ ചെയ്യാനും വലിയ വലിയ അഡ്വൈസറി ബോർഡിലൊക്കെ എബ്രോഡിൽ പല സ്ഥലത്തും എത്താനും ഒക്കെ സാധ്യതയുള്ള, ബാക്കി രാജ്യങ്ങളൊക്കെ സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ തയ്യാറായിട്ടും അത് വേണ്ട എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ തന്നെ വരണമെന്ന് ആഗ്രഹിച്ച ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തെ ഭാരതത്തോടുള്ള സ്നേഹം നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നല്ലൊരു സമയത്താണ് അദ്ദേഹത്തിന് നല്ല പൊസിഷൻസൊക്കെ ഇന്ത്യയിൽ കിട്ടുമെന്നുള്ള ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇന്നത്തെ സിറ്റുവേഷനിലാണ്, ഇന്നത്തെ കോൺഗ്രസ് പാർട്ടിയുള്ള സമയത്ത്, ഇന്നത്തെ BJP ഭരിക്കുന്നൊരു കാലത്താണ് അയാൾ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് BJPയുടെ ഭാഗമായി മാറിയേനെ. പക്ഷെ അന്ന് കോൺഗ്രസ് പവർഫുള്ളാണ്. ഇവരൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള മൻമോഹൻ സിംഗ് ഭരിക്കുന്നൊരു കാലത്താണ്. ഞാൻ മൻമോഹൻ സിംഗിൻ്റെ PM's ഓഫീസിലുണ്ടായിരുന്ന 2009-10 കാലഘട്ടങ്ങളിലൊക്കെ തരൂർ അവിടുത്തെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഫോർ സ്റ്റേറ്റ് ആണ്. അന്ന് യൂണിയൻ മിനിസ്റ്ററായിരുന്ന SM കൃഷ്ണ, ഞാൻ ബാംഗ്ലൂർ പഠിക്കുന്ന കാലത്ത് കൃഷ്ണ അവിടുത്തെ ചീഫ് മിനിസ്റ്ററാണ്. നമുക്കറിയാം കൃഷ്ണയുടെ സ്റ്റാൻഡേർഡും തരൂരിൻ്റെ സ്റ്റാൻഡേർഡും നോക്കിയാൽ പലപ്പോഴും പല ആവശ്യങ്ങൾക്കും മൻമോഹൻ സിംഗ് തരൂരിനെ നേരിട്ട് അയച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് കൃഷ്ണയെ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനും അറിയാം കൃഷ്ണയെക്കാളും പവർഫുള്ളായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്നത്. അപ്പം തരൂരിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അദ്ദേഹത്തെ മനസ്സിലാക്കുകയും അന്നത്തെ മൻമോഹൻ സിംഗ് എന്ന പ്രൈം മിനിസ്റ്ററും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഉണ്ടായിട്ടുള്ള എന്താണ്, ഈ കൃഷ്ണയ്ക്ക് പോലും തരൂരിനെ ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ ആലോചിച്ചൊക്കെ, ഒരു സ്റ്റേറ്റ് മിനിസ്റ്ററെ ഇഷ്ടമല്ലാത്ത യൂണിയൻ മിനിസ്റ്റർ ഉണ്ടായാൽ 2010 അദ്ദേഹം IPLൻ്റെ ഒരു വിവാദം വന്ന സമയത്ത് വളരെ ചെറിയൊരു കാരണത്തിന് വേണ്ടിയിട്ട് രാജിവെക്കേണ്ടി വന്നിട്ടുള്ളതാണ്. അങ്ങനെ മിനിസ്റ്ററൊന്നും അല്ലാതെ കുറച്ച് കാലം, ആകെ 2 പ്രാവശ്യം മിനിസ്റ്ററായിട്ടുള്ളൂ. ഒന്ന് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ എക്സ്റ്റേണൽ അഫയേഴ്സ് 2009-10 കാലഘട്ടത്തിൽ, 2012-14 കാലഘട്ടത്തിൽ HRD മിനിസ്ട്രി, വലിയ പ്രാധാന്യമുള്ള, അതും സ്റ്റേറ്റ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ പലപ്പോഴും കോൺഗ്രസ് ഈ പറയുന്ന വലിയ കാര്യങ്ങളൊക്കെ കൊടുത്തു എന്ന് പറയുന്ന ആ മെറിറ്റ് അനുസരിച്ചിട്ടുള്ള കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ അവനവൻ്റെ വലിയൊരു കഴിവ് കൊണ്ട് മലയാള ഭാഷ പോലും അന്യമായി നിന്ന് സംസാരിക്കാൻ പോലും അറിയാത്തൊരാൾ ഇലക്ഷന് മത്സരിക്കുന്ന സമയത്ത് എത്ര കൃത്യമായിട്ടാണ്, അന്നൊക്കെ ഞാൻ കമ്പയർ ചെയ്യാറുള്ളത് കാരാട്ടും തരൂരുമാണ്. കാരാട്ട് ഇംഗ്ലീഷ് മാത്രമേ പറയുള്ളൂ, മലയാളം പറയാൻ പറ്റില്ല. അതേപോലെ വളർന്നിട്ടുള്ള ഒരാളാണ്. ചിലപ്പോൾ വേണമെങ്കിൽ ഭാഷയുടെ കാര്യത്തിൽ, വിവരത്തിൻ്റെ ബാക്കി കാര്യത്തിലും പൊളിറ്റിക്സിലും അല്ല, ഭാഷയുടെ കാര്യത്തിൽ തരൂരിന് പടപടാന്ന് പിടിച്ചെടുക്കാൻ പറ്റി. അപ്പം ലിംഗ്വിസ്റ്റിക്സ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇതൊക്കെ ഒരു ലീഡർക്ക് അത്യാവശ്യമാണ്. അതും നാഷണൽ ലെവലിലേക്ക് വളർന്നിട്ടുള്ള ഒരാൾക്ക്. ഇത് ഒരു എന്താണ് തരൂരിന് പറ്റിയത് അല്ലെങ്കിൽ എന്താണ് കോൺഗ്രസ്സിന് പറ്റിയതെന്ന് വലിയ കാര്യങ്ങളൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം ആദ്യം ഒരു റിബലായാൽ, പൊളിറ്റിക്സിൽ ഏറ്റവും പറ്റുന്നത് എന്താ വെച്ചാൽ, ഒരാൾ റിബലാണെന്ന് ഒരു 4 പേര് പറഞ്ഞാൽ ബാക്കി 20 പേരെ കൊണ്ടും പറയിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു ബ്ലാക്ക് സ്പോട്ട് എപ്പോഴും ബ്ലാക്ക് സ്പോട്ടാണ്. അപ്പോൾ തരൂരിന് ഇനി എത്ര നല്ല കാര്യം ചെയ്താലും, അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആവുക എന്നുള്ളത് തന്നെ വലിയ ചെറിയൊരു പദവിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററോ പ്രസിഡൻറ്റോ വൈസ് പ്രസിഡൻറ്റോ എന്തായാലും ഇതൊക്കെ ചെറിയ പൊസിഷൻസാണ് തരൂരിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതിനേക്കാളും വലിയ മെറിറ്റുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. ചേർന്നിട്ടുള്ളത് ഇത്രയും കാലം അദ്ദേഹം കോൺഗ്രസ്സിൽ ഉണ്ടായി എന്നുള്ളത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റി കൊണ്ട് മാത്രമാണ്. അതല്ലെങ്കിൽ അദ്ദേഹം ഇതിനു മുമ്പേ പുറത്ത് ചാടുന്നതാണ്. പക്ഷെ ചാടുമോ ഇല്ലയോ എന്നുള്ളത്, ഇപ്പം ഞാൻ ഇൻറ്റഗ്രിറ്റി ഉള്ളത് കൊണ്ട് തുടർന്നു എന്ന് പറഞ്ഞിട്ട് നാളെ ചാടുമ്പോൾ അദ്ദേഹം ഇൻറ്റഗ്രിറ്റി ഇല്ലാത്ത ആളാണെന്ന് പറയും. പക്ഷേ എല്ലാത്തിനും ഒരു ടോളറൻസ് ലെവൽ ഉണ്ടല്ലോ. ഈ ടഗ് ഓഫ് വാർ വലിക്കുന്ന സമയത്ത് ആ ഒരു ചോന്നൽ നൂല് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നുള്ളത് ആ വലിക്കുന്ന ആളുടെ കഴിവനുസരിച്ചിട്ടാണ്. അപ്പോൾ 2 ഭാഗത്തുനിന്നും കോൺഗ്രസ് വിടാതെ പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ചോന്ന അപ്പുറത്തേക്ക് കടക്കരുതെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അതിനേക്കാളും പവർഫുള്ളായിട്ട് BJP വലിക്കുകയാണെങ്കിൽ ഇദ്ദേഹം അങ്ങോട്ട് ചാടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷേ BJP വലിക്കാത്തത് എനിക്ക് തോന്നുന്നു, തരൂർ കോൺഗ്രസ്സിൽ എത്ര കാലം തുടരുന്നോ അത് കോൺഗ്രസ്സിന് ദോഷം ചെയ്യുള്ളൂ. കാരണം ഇത്രയും നല്ല ഒരു വ്യക്തിയെ, മെറിറ്റുള്ളൊരു വ്യക്തിയെ റെക്കഗ്നൈസ് ചെയ്യാത്ത കോൺഗ്രസ്സിനെ തരൂരിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ വെറുക്കാൻ തുടങ്ങും. അപ്പോൾ BJPയിൽ ചേരാതെ കോൺഗ്രസ്സിലിരുന്ന് ഈ ഒരു ദുരവസ്ഥയിൽ കുറച്ചു കാലവും കൂടി തുടരുന്നത് കോൺഗ്രസ്സിന് നല്ലതും BJPക്കൊരു മെറിറ്റും ആവാനാണ് സാധ്യത.
അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാൻ BJP എപ്പോഴും കോൺഗ്രസ്സിലിരിക്കുന്ന തരൂരിനെ ആവശ്യത്തിലധികം പുകഴ്ത്താനും ആവശ്യത്തിലധികം മെറിറ്റ് കൊടുക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഈ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അസലായിട്ട് പ്രസൻറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതിനേക്കാളും പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറത്ത് ചെയ്ത് തിരിച്ചു വന്ന തരൂരിനെ മോദി വിളിച്ച് നേരിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് അയച്ചാൽ പോരെ, റിപ്പോർട്ട് അയക്കുകയല്ലോ ചെയ്ത്, അയച്ച് കിട്ടിയ ഉടനെ തന്നെ തരൂരിനെ നേരിട്ട് കാണാനും പ്രൈം മിനിസ്റ്ററുടെ 1 മണിക്കൂർ ഒരു ഓപ്പോസിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു MP-യുടെ കൂടെ 1 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പക്ഷെ അതിനേക്കാളും തറയും കാര്യവും എന്ന് പറയുന്നത് തരൂർ തിരിച്ചു വന്നിട്ടും കോൺഗ്രസ് ഉള്ള ഒരു നേതാക്കന്മാരും അദ്ദേഹത്തെ കാണാനോ അദ്ദേഹത്തെ ബ്രീഫ് ചെയ്യാനോ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നോ ആ ഒരു സന്മനസ് കോൺഗ്രസ്സിന് തോന്നാത്തത് കൊണ്ട് ഇതൊക്കെ ഒരു ബിൽഡപ്പാണ്. ആ ബിൽഡപ്പ് ഏതാളാണ് ആരാണ് എങ്ങനെ കളിക്കുന്നു എന്നുള്ളത് പൊളിട്രിക്സ് എന്ന സംഭവത്തിൽ നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് തരൂരിന് നന്നായിട്ട് അറിയാം. തരൂർ കളിക്കേണ്ട സ്ഥാനത്ത് കളിക്കേണ്ട പോലെ കളിച്ചോളും. ആവശ്യത്തിനുള്ള ഇപ്പോൾ തരൂരിന് പൊസിഷൻ കിട്ടിയാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷൻ ഇപ്പം തിരിച്ചു വന്നു, ഉടനെ തന്നെ എനിക്ക് തോന്നുന്നു UK ഒരു പ്രോഗ്രാമിന് പോയിരിക്കുകയാണ്. അപ്പോൾ കോളുകളും ഇൻ്റർനാഷണലായിട്ടുള്ള പ്രോഗ്രാമുകളും ഇവിടെയൊക്കെ സഞ്ചരിക്കാനുള്ള ഇൻവിറ്റേഷൻസും ഇത്രയും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ തരൂരിന് കിട്ടുന്നുണ്ട്. അപ്പോൾ പൊസിഷനിലും പവറിലും റെക്കഗ്നീഷനിലും ഇൻ്റർനാഷണലി ഫേമസ് ആയിട്ടുള്ള തരൂരിനെ ഇന്ത്യക്ക് ഉപയോഗിക്കാൻ സാധിക്കട്ടെ. അത് ഗവൺമെൻറ്റിലിരിക്കുമ്പോൾ ഗവൺമെൻറ്റിനെ പറ്റുള്ളൂ, ഓപ്പോസിഷൻ അങ്ങനെ പറ്റില്ല. അപ്പോൾ അത് ഓപ്പോസിഷൻ പാർട്ടിയിലിരുന്നിട്ട് കോൺഗ്രസ്സിലായാലും ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് കാണുന്ന സമയത്ത് നമുക്ക് സന്തോഷവും തരൂരുമായിട്ട് നേരിട്ട് പിന്നെ സംസാരിക്കാനും കൂടെ പ്രോഗ്രാമുകൾക്ക് ഉണ്ടാവാനും ഒക്കെ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ സർവീസ് തുടരട്ടെ, ഭാരതത്തിന് നന്മയുണ്ടാക്കാനുള്ള നല്ല മനസ്സ് തുടരട്ടെ. അത് ഏത് പാർട്ടിയിലായാലും നമുക്ക് വേണ്ടത് ഇന്ത്യയെ അറിയുന്ന പൊളിറ്റിക്സിനേക്കാളും കൂടുതൽ നാഷണലിസമാണ്, ഭാരതത്തെ സ്നേഹിക്കുന്നതാണെന്ന് തരൂർ പറഞ്ഞ അതേ വാക്കുകളാണ് ഞാൻ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. അതാണ് ഉണ്ടാവേണ്ടതെന്നാണ് എൻ്റെ ആഗ്രഹം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.